ഹലോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും അറബിക് റൈസസ് ഭയങ്കര ഇഷ്ടമാണ്, കപ്സ മന്തിയൊക്കെ. അപ്പോൾ മന്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു പുലാവ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കിലാണ് നമ്മളിനി റൈസ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിതൊരു വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ 2-3 എടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി വേണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം, ഒരു 4-5 ഏലക്ക, ഒരു 8 ഗ്രാമ്പു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ വേണ്ടത് ബേ ലീഫാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും വേണം. ഇതെല്ലാം നമുക്കൊരു ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വലിയതായ കാരണം ഞാൻ ഒന്ന് വലുതെടുത്തതാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിതൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ചിക്കൻ്റെ പീസ് എടുത്താൽ മതിയാവും. പിന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ അല്ല വേണ്ടത്. അപ്പോൾ സ്കിന്നില്ലാതെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ചിക്കൻ നന്നായി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ അരി വേവിക്കാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പിന് 4 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റിൽ നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിക്കാൻ പോണത്. എക്സ്ട്രാ ആയിട്ട് ഇനി നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചേർത്ത മല്ലിയുടെയും ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ വെള്ളത്തിൽ വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ റൈസിനും, അതുപോലെ തന്നെ ചിക്കനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ചിക്കൻ നന്നായി കുക്കാവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസസൊക്കെ മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് ആദ്യം അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിയ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിന് പകരമായിട്ട് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ നെയ്യാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സവാള ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റാണ്. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള നന്നായി കളറ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സവാള കരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കനാണ്. അപ്പോൾ ചിക്കനും കൂടി ഇതിലോട്ടൊന്നിട്ട് നമുക്ക് ആ നെയ്യിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ
ചിക്കനും നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് സവാളയുടെ പരുവവും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കണം. ഈ പുറത്തുള്ള ഈ കളറൊക്കെ ഒന്ന് മാറി വരണം ചിക്കൻ്റെ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവല്. അല്ലെങ്കിൽ ചിക്കൻ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് വേവിച്ചെടുത്ത് ആ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 6 പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചെറിയ പച്ചമുളകാണ്. ഇപ്പോൾ ചിക്കനും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സവാളയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയുടെ പരുവം കറക്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കരിഞ്ഞു പോവരുത്, അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ജാതിക്കയുടെയും ജാതിപത്രിയുടെയും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ പുളിയില്ല തൈരാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ മസാല നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ അരിച്ച് മാറ്റി വെച്ചതാണിത്. ഇപ്പോൾ സ്റ്റോക്ക് ബാക്കി ഉണ്ടാവൽ 3 കപ്പായിരിക്കും. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബാക്കി സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കാം എത്ര ബാക്കി സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി നിങ്ങൾ എത്ര അരി എടുക്കുന്നു അതിലോട്ട് വേറെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 2 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ എഗ് ബിരിയാണി ഉണ്ടാക്കിയ സമയത്തും പറഞ്ഞിരുന്നു, നമ്മൾ ബസ്മതി അരി സോക്ക് ചെയ്തിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കരുത്, പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് അരി വേവ് കൂടിയിട്ടുണ്ടെന്ന് തോന്നും, പക്ഷേ കുഴപ്പമില്ല. അടച്ച് ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരിയുടെ അളവൊക്കെ വേവൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ബിരിയാണിക്ക് കഴിക്കുന്ന പോലെ തൈരും അച്ചാറും, അല്ലെങ്കിൽ മന്തിക്കോ കബ്സക്കോ നമ്മൾ കഴിക്കുന്ന പോലെ തക്കാളി വെച്ചിട്ടുള്ള ചട്നിയോ, എന്തും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്